ഹലോ എവ്രി വൺ. നമ്മളിവിടെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ GE2 പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KTU സിലബസ് പ്രകാരമുള്ളതാണ്. സബ്ജക്റ്റിൻ്റെ കോഡ് CE305. 5th സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് GE2. ഇനി അതിൻ്റെ ഒരു സിലബസ് ഓവറോൾ ഒരു ഔട്ട്ലൈൻ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ കവർ ചെയ്യുന്നത് ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ സോയിലിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് സൂപ്പർ സ്ട്രക്ചറിൽ അങ്ങനെയൊക്കെയുള്ള ലോഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സോയിലുണ്ടാകുന്ന സ്ട്രെസ്സും കാര്യങ്ങളും, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ്, അതിൽ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ലോഡ്സ് വരുമ്പോൾ അതിനനുസരിച്ച് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും അത് ബോസിനെസ്ക് ഫോർമുലയും ന്യൂമാർക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ടും പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് എർത്ത് പ്രഷറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്. റാങ്കിൻസ് കോളംസ് തിയറിയും അതെല്ലാം വരുന്നതാണ് നെക്സ്റ്റ് മൊഡ്യൂളിൽ. പിന്നെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന അത് ടെർസാഗി തിയറി യൂസ് ചെയ്തിട്ട് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്, അതുപോലെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്, ടോട്ടൽ സെറ്റിൽമെൻറ്റും ഷിയർ ഫെയിലറും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് കമ്പൈൻ ഫുട്ടിങ്സ് ആയിട്ടുള്ള റാഫ് ഫൗണ്ടേഷൻസ്, വെൽ ഫൗണ്ടേഷൻസ്, അതിൻ്റെയൊക്കെ പ്രോബ്ലംസും ഒക്കെ. പിന്നെ ഡീപ്പ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള പൈൽ ഫൗണ്ടേഷനും അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി, അത് സിംഗിൾ പൈലാകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കപ്പാസിറ്റി ഓഫ് പൈൽ ഗ്രൂപ്പ്സ്, ആ കാര്യങ്ങളെല്ലാം കൂടെയാണ് നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നത്. പിന്നെ വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള മെഷീൻ ഫൗണ്ടേഷൻ, അതായത് നമ്മൾ മെഷീനറീസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻസ്. അവിടെ ബാക്കി കൺസ്ട്രക്ഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അവിടെ വൈബ്രേഷൻസ് അധികം വരും അല്ലേ. മെഷീൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഗ്രൗണ്ടിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ മെഷീൻ ഫൗണ്ടേഷൻ കൊടുക്കുക. അപ്പം അതുമായി ബന്ധപ്പെട്ട് സോയിലൂടെ വൈബ്രേഷൻ പാസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് തിയറി കാര്യങ്ങളൊക്കെയാണ് ആ മൊഡ്യൂളിൽ വരുന്നത്. തീർത്തും സോയിൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സെക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിനെ ഞാൻ 5 ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ സോയിൽ ഡ്യൂ ടു ലോഡഡ് ഏരിയാസ്, അതായത് പോയിൻ്റ് ലോഡ് വരുമ്പോൾ എങ്ങനെയാണ് ബോസിനെസ്ക് ഫോർമുല, അതായത് ഇതിൽ നമ്മൾ ബോസിനെസ്ക് ഫോർമുല യൂസ് ചെയ്തിട്ടും ന്യൂമാർക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ടുമാണ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് ഈ മൊഡ്യൂളിൽ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പോയിൻ്റ് ലോഡ് വരുമ്പോൾ ഈ ബോസിനെസ്ക് ഫോർമുല എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കുറച്ച് അസംഷൻസും എല്ലാം കൂടിയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലം സെക്കൻഡ് ചാപ്റ്ററായിട്ടും. അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പോയിൻ്റ് ലോഡ് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്ട്രിപ്പ് ലോഡ്സ്, റെക്റ്റാങ്കുലർ ആൻഡ് സർക്കുലർ ഷേപ്സിലൊക്കെ വരുന്ന ലോഡിൻ്റെ സ്ട്രെസ് എങ്ങനെയാണെന്നുള്ളതാണ് തേർഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഫോർത്ത് ചാപ്റ്ററിൽ ന്യൂമാർക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്ട്രെസ് കണ്ടുപിടിക്കാമെന്ന് പഠിക്കും. ശേഷം ലാസ്റ്റ് ചാപ്റ്ററാണ് ഐസോബാർസ്, പ്രഷർ ബംപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഷർ ഡയഗ്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ 1.1, അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന രീതിയിലാണ് ഞാൻ ഓരോ ചാപ്റ്ററിനെയും നെയിം കൊടുത്തിട്ടുള്ളത്. 1.1 എന്ന കൊടുത്തു. ഓക്കെ, സ്ട്രെസ് ഇൻ സോയിൽ ഡ്യൂ ടു ലോഡഡ് ഏരിയാസ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണെങ്കിൽ, ആക്ച്വലി സോയിലിൽ സ്ട്രെസ്സ് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് സെൽഫ് വെയ്റ്റ് ഓഫ് ദ സോയിൽ, പിന്നെ സ്ട്രക്ചറൽ ലോഡ്സ്, അതായത് സോയിലിൻ്റെ സ്വന്തം സെൽഫ് വെയ്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മേൽ വരുന്ന സൂപ്പർ സ്ട്രക്ചേഴ്സിൻ്റെ ലോഡ്സ്, അത് കാരണം സ്ട്രെസ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറൽ ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മളുടെ സെറ്റിൽമെൻറ്റ് പ്രൊഡിക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാരണം ലോഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സ്ട്രെസ്സ് വരുന്നുണ്ട്, ആ സമയത്തൊരു സെറ്റിൽമെൻറ്റും വരുന്നുണ്ട്. സോ അതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിൽ. ഓക്കെ, ഇനി പറയുന്നത് ഈ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മളപ്പം എന്തായാലും അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡി വളരെ അത്യാവശ്യമാണ്. അപ്പം അത് നമ്മൾ സാധാരണയായിട്ട് അല്ലെങ്കിൽ പണ്ട് തൊട്ട് ഇലാസ്റ്റിക് തിയറി യൂസ് ചെയ്തിട്ടാണ് സോയിൽ മാസിലുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അതിൽ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇലാസ്റ്റിക് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇലാസ്റ്റിക് തിയറി വാലിഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഇലാസ്റ്റിക് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളിവിടെ സോയിലാണ് എടുക്കുന്നത്, സോയിൽ ഇലാസ്റ്റിക് ആവണം. രണ്ടാമത്തെ കാര്യം, അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൂക്സ് ലോ പ്രകാരം സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ നമുക്ക് ഗ്രാഫ് അറിയാം. അത് പക്ഷേ ഒരു വളരെ കുറഞ്ഞൊരു ലിമിറ്റ് വരെ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. പിന്നീട് ആ ഒരു ഗ്രാഫിന് ആ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ അത് കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സോയിലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു കുറഞ്ഞ
ആ ഒരു സ്ട്രെസ്സിൻ്റെ കുറഞ്ഞൊരു ലിമിറ്റിൽ ഈ സ്ട്രക്ചറൽ ലോഡ്സ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സും ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇലാസ്റ്റിക് തിയറി ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഈ ഇലാസ്റ്റിക് തിയറി സോയിലിൻ്റെ കേസിൽ, സോയിലിലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ വാലിഡ് ആണ് എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അപ്പം ആ ഒരു സ്മോൾ വേരിയേഷൻ അല്ലെങ്കിൽ സ്മോൾ മാഗ്നിറ്റ്യൂഡിൽ തന്നെ ഈ ഉള്ള സ്ട്രെസ്സ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ലോഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സോയിലും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഇലാസ്റ്റിക് തിയറി ഈ സോയിൽ മാസിൻ്റെ കേസിൽ വാലിഡാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ മോസ്റ്റ് യൂസ്ഡ് തിയറീസ് എന്ന് പറഞ്ഞാൽ ബുസിനെസ്ക്, വെസ്റ്റർഗാർഡ് ഇക്വേഷൻസ് ആണ്. അതിൽ നമ്മൾ ഈ ഒരു സിലബസിൽ നമ്മൾക്ക് ബുസിനെസ്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇവരെന്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പോയിൻ്റ് ലോഡ്സ് കാരണം സോയിൽ മാസിലുണ്ടാവുന്ന സ്ട്രെസ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, പോയിൻ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രം ലോഡ് ആക്ട് ചെയ്യുക. എന്നിട്ട് അതിന് പിന്നീട് സ്ട്രിപ്പ് ലോഡ്സും സർക്കുലർ ലോഡ്സിലും റെക്ടാങ്കുലർ ലോഡ്സിലേക്കൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ബുസിനെസ്ക് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ സോയിൽ ഓയിങ് ടു ഇറ്റ് സെൽഫ് വെയിറ്റ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സെൽഫ് വെയിറ്റ് കാരണം, അതായത് ഒരു സോയിൽ മാസ് കൺസിഡർ ചെയ്യുക, ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു Z ഡിസ്റ്റൻസ് താഴേക്ക്, ഓക്കെ, താഴേക്ക് ഒരു Z ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ അവിടേക്ക് അത്രയും Z ഡെപ്തിലിൻ്റെ അത്രയും സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് കൊണ്ടുള്ള സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, സിഗ്മ Z = ഗാമ × Z. ഓക്കെ, ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലാണ്. Z എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പോയിൻ്റാണോ എടുക്കുന്നത് അത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡെപ്ത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണ അവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ സോയിൽ ഡ്യൂ ടു ഇറ്റ് സെൽഫ് വെയിറ്റ് കിട്ടുന്നത്, അല്ലേ? ഇനി പറയാവുന്നത് പോയിൻ്റ് ലോഡ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെയൊന്നുമില്ല, അത് ഐഡിയലാണ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലാണ്. ഓക്കെ, കാരണം നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലോഡിങ്ങും കാര്യങ്ങളും പ്രാക്ടിക്കലി അങ്ങനെയൊന്നുമില്ല, പോസിബിൾ അല്ല. സോ പോയിൻ്റ് ലോഡ് പ്രകാരമാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പോയിൻ്റ് ലോഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പോയിൻ്റ് ലോഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു കാര്യത്തിന് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് കോംപ്ലക്സ് ലോഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് അറൈവ് ചെയ്യാൻ ഈ പോയിൻ്റ് ലോഡ് കൊണ്ട് സാധിക്കും. ഓക്കെ, പോയിൻ്റ് ലോഡിങ് കാരണമുള്ള സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കോംപ്ലക്സ് ലോഡിങ്ങിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാം. സോ അതാണ് പോയിൻ്റ് ലോഡിനെ കുറിച്ച് പറയുന്നത്. ഇനി കമ്മിങ് ടു അവർ ടോപ്പിക്, ബുസിനെസ്ക് ഫോർമുല. ബുസിനെസ്ക് ഫോർമുല പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഹോമോജീനിയസ്, ഇലാസ്റ്റിക്, ഐസോട്രോപിക് ആൻഡ് സെമി ഇൻഫിനൈറ്റ് ആയിട്ടുള്ള മീഡിയം ആയിരിക്കണം. ആ ഒരു മീഡിയത്തിൽ, അതായത് നമ്മൾ എടുക്കുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ സോയിൽ, അത് ഹോമോജീനിയസും ഇലാസ്റ്റിക്കും ഐസോട്രോപിക്കും സെമി ഇൻഫിനിറ്റും ആവുന്ന രീതിയിലാണ് ഈ ബുസിനെസ്ക് ഫോർമുല അസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ഈ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി ബുസിനെസ്ക് അതിൽ അപ്ലൈ ചെയ്തിട്ടാണ് ആ ഒരു ഫോർമുലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 4 സംഭവങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. ഹോമോജീനിയസ്, ഇലാസ്റ്റിക്, ഐസോട്രോപിക്, സെമി ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്കും അസംപ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കുക. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോയിൽ മാസ് എടുത്തു കഴിഞ്ഞാൽ ആ സോയിൽ മീഡിയം ഹോമോജീനിയസ് ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഒരു പോയിൻ്റ് എടുക്കുക, ഒരു ഡയറക്ഷൻസ് എടുക്കുക, ആ ഡയറക്ഷനിലുള്ള എല്ലാ പോയിൻറ്റിലും എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ എടുത്താൽ ആ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഓരോ പോയിന്റിലും ഉള്ള പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. പിന്നെ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. പിന്നെ ഐസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എടുത്തിട്ട് പോയിന്റിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്കുള്ള പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ സെമി ഇൻഫിനിറ്റ് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ബൗണ്ടറി പ്ലെയിൻ ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സോയിലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് സർഫസ് ഉണ്ടല്ലോ, അതാണ് ആ ഹൊറിസോണ്ടൽ ബൗണ്ടറി പ്ലെയിൻ, അതവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ താഴേക്ക് ഏതൊരു ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് ഇൻഫിനിറ്റ്ലി ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്, അതിനൊരു ലിമിറ്റില്ല. ആ ടൈപ്പ് ബൗണ്ടറീസ് അല്ലെങ്കിൽ പ്ലെയിൻ നമ്മൾ സെമി ഇൻഫിനിറ്റ് എന്ന് പറയും. അങ്ങനത്തെ മീഡിയം, അതായത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം ലിമിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ഡയറക്ഷനിലും എന്താണ് ഇൻഫിനിറ്റ്ലി അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെമി ഇൻഫിനിറ്റ് മീഡിയം എന്ന് പറയും. ഈ ഒരു രീതിയിലുള്ള മീഡിയം ആണെങ്കിൽ മാത്രമേ ബുസിനെസ്ക് ഫോർമുല നമുക്ക് വാലിഡ് ആവുള്ളൂ.
അതിൻ്റെ കുറച്ച് അസംഷൻസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ബൈ ഹാർട്ട് പഠിക്കാൻ വേണം അസംഷൻസ്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം കേസ് തന്നെയാണ്, ഇലാസ്റ്റിക്, ഹോമോജിനിയസ്, ഐസോട്രോപിക് ആൻഡ് സെമി ഇൻഫിനിറ്റ് മീഡിയം എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത് ഹൂക്സ് ലോ ഒബേ ചെയ്യണം. ഹൂക്സ് ലോ എന്നാൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പിൽ കോൺസ്റ്റൻറ്റ് റേഷ്യോ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് നമ്മൾ തൽക്കാലം അങ്ങ് ഇഗ്നോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതുപോലെ ഇനീഷ്യലി സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനൊന്നുമില്ല. നമ്മൾ എപ്പോഴാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആ സോയിൽ സ്ട്രെസ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ഓക്കെ, ആ രീതിയിലാണ് നാലാമത്തെ അസംഷൻ പറയുന്നത്. പിന്നെ ഈ സ്ട്രെസ്സൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു വോളിയം ചേഞ്ച് സോയിലുണ്ടാകും, ഒബ്വിയസ്ലി ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അതും നമ്മൾ ആ ഒരു ചേഞ്ച് ഇൻ വോളിയം പെർട്ടിക്കുലർലി നമ്മൾ അതൊന്ന് നെഗ്ലക്റ്റ് ചെയ്തു. അതുപോലെ ടോപ്പ് സർഫസ്, മീഡിയത്തിൽ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സും അങ്ങനത്തെ ഒന്നുമില്ല. ആകെയുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോയിന്റിലോട് മാത്രം, അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത ലൊക്കേഷനിൽ. ഓക്കെ, ഇതൊക്കെ ഒരു ഐഡിയൽ കേസാണ്, ഇതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ ഇതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ സ്ട്രെസ്സിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മീഡിയത്തിൽ. പിന്നെ അതുപോലെ സ്ട്രെസ്സസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സിമെട്രിക്കലി വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ്. ഇവിടെ നമ്മൾ സെഡ് ആക്സിസ് ആക്കി എടുക്കുന്നത് ഹൊറിസോണ്ടലി നമ്മൾ ഗ്രൗണ്ട് സർഫസിനെ എക്സ് ആക്സിസ് ആക്കി എടുത്തിട്ട് അതിൽ നിന്നും താഴേക്ക് ഡെപ്ത് വൈസ് ആണ് നമ്മൾ സെഡ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ എല്ലാം സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എട്ടാമത്തെ അസംഷൻ പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. ബoussinesq ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അല്ല അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാനും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് പക്ഷേ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, എന്നാലേ പ്രോബ്ലം ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഈ ഒരു കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, സോയിൽ മാസിൻ്റെ ഗ്രൗണ്ട് ലെവൽ സർഫസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ എക്സ് ആക്സിസ് ആക്കി എടുത്തു. ഓക്കെ, എല്ലാവരും ശരിക്കും കറക്റ്റ് മനസ്സിലാക്കുക, അത് നമ്മളുടെ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, അവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ക്യൂ എന്നൊരു വെർട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു ക്യൂ ലോഡ്, പോയിന്റ് ലോഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് പോയിന്റിലാണോ ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ തൽക്കാലം കോർഡിനേറ്റ്സിൽ ഒറിജിൻ ആക്കി എടുത്തു. ഓക്കെ, അതായത് 0, 0, 0 എന്നുള്ള പോയിന്റ് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ്, ഒറിജിനാണ്. ഓക്കെ, ശേഷം അതിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഒരു ലൈൻ നമ്മൾ സെഡ് ആക്സിസ് ആക്കി എടുത്തു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡെപ്തിനെയാണ് സെഡ് ആക്സിസ് ആക്കി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതാണ് സെഡ് ആക്സിസ്. അപ്പം സെഡ് ആക്സിസ് മനസ്സിലായി, എക്സ് ആക്സിസ് മനസ്സിലായി. അപ്പം വൈ ആക്സിസ് എന്ന് പറഞ്ഞത് ഒബ്വിയസ്ലി എന്തായിരിക്കും, നമ്മളിപ്പോൾ കാണുന്ന ഈ പ്ലെയിനിൽ നിന്ന് പെർപെൻഡിക്കുലറി നമ്മളുടെ ടുവേർഡ്സ് അസ് അല്ലേ, ആ രീതിയിലായിരിക്കും വൈ ആക്സിസ് വരിക. നമ്മളിവിടെ കാണിക്കുന്നില്ല, ഇതൊരു 2 ഡയമെൻഷണൽ പിക്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സോയിൽ മാസ് ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെ അറ്റ് എ പർട്ടിക്കുലർ ഡെപ്തിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ക്യൂ എന്ന പോയിന്റിലോട് ഓയിൽ ആക്ട് ചെയ്യുന്നത് കാരണം വേറെ എവിടെയോ ഉള്ള ഒരു പോയിന്റ് എ. ഓക്കെ, എ എന്ന പോയിന്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് എന്തും ആയിക്കോട്ടെ, അതായത് ഒറിജിൻ ഒ ആണ് കണ്ടിട്ടുണ്ടല്ലോ, അതിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ട് എക്സ് വൈ സെഡ് എന്നൊരു പർട്ടിക്കുലർ പോയിന്റിൽ എ എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് ഈ ക്യൂ എന്ന ലോഡ് കാരണം എത്ര സ്ട്രെസ്സ് വരുന്നുണ്ട്. ഓക്കെ, അതും ഏത് ഡയറക്ഷനിൽ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ സിഗ്മ സെഡ് ആണ്. വെർട്ടിക്കലി ഡൗൺവേർഡിലുള്ള സ്ട്രെസ്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇനി ആ ഒരു ഡിസ്റ്റൻസ് ക്യൂ എന്ന നമ്മുടെ ഒറിജിനിൽ നിന്നും എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ക്യാപിറ്റൽ ആർ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഗ്രൗണ്ട് ലെവലിൽ നിന്നും സെഡ് ഡെപ്തിലാണ് നമ്മുടെ എ എന്ന പോയിന്റ് കിടക്കുന്നത്. ബാക്കി എക്സും വൈയും ആ ഡിസ്റ്റൻസുകൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ കിടക്കുന്നത്. അപ്പം ഇത് കറക്റ്റ് മനസ്സിലാക്കണം. ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോ ടേംസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഈ സിഗ്മ സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അവിടുത്തെ ഫോർമുല, ബoussinesq ഫോർമുല പറയുന്നത് സിഗ്മ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3/2 q/πz² ഇൻറ്റു 1/1 + r/z² ഹോൾ റേസ് ടു 5/2. സോ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക, സിമ്പിളാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഒരുപാട് കോംപ്ലക്സ് ആണെന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ടേംസും എന്തൊക്കെയാണെന്നുള്ള ഫിഗറിൽ നിന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് പറഞ്ഞ സിഗ്മ സെഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അതിൽ ക്യൂ അതായത് എത്രയാണ് നമ്മളുടെ പോയിന്റ് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. പിന്നെ താഴെ കാണിക്കുന്നത് 2πz, സ്മോൾ z എന്താണ്,
ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര ഡെപ്ത് താഴെയാണ് നമ്മുടെ പോയിൻ്റ് എ, സ്പെസിഫൈഡ് പോയിൻ്റ് എ എവിടെയാണ്, അതാണ് സ്മോൾ സെറ്റ്. പിന്നെ വരുന്നത് നമുക്കിതിലൊരു സ്മോൾ ആർ ഉണ്ട്. നമ്മൾ ഫിഗറിൽ കണ്ടിട്ടുള്ളത് ക്യാപിറ്റൽ ആർ ആണ്, പക്ഷേ ഇക്വേഷനിൽ സ്മോൾ ആർ ആണ്. അപ്പോൾ എന്താ ഡിഫറൻസ്? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്നും കറക്റ്റ് എയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? √(x²+y²+z² ആണല്ലോ ആറ് വരിക. ഇനി അതിന് പകരം ഈ എ എന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെഡ് ആക്സിസിൽ നിന്നും മാറ്റി നേരെ എക്സ് ആക്സിസിലേക്ക് വെർട്ടിക്കലി മേലേക്ക് പ്രൊജക്റ്റ് ചെയ്ത്, അതായത് എക്സ് വൈ പ്ലെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ എക്സ് വൈ സെഡിന് പകരം എക്സ് വൈ പ്ലെയിനിന് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എ എന്ന പോയിന്റിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ, ഓക്കെ, പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ഒറിജിനിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അവിടെ സെഡ് 0 ആണ്, കാരണം എക്സ് വൈ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഒറിജിനിൽ നിന്നും ആ എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x²+y² ആണ്, റൈറ്റ്? ആ ഒരു ടേമാണ് സ്മോൾ ആർ. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഫിഗറും കൂടെ നോക്കുക. അതായത് നേരത്തെ പറഞ്ഞ സെയിം ഫിഗർ തന്നെയാണ്, പക്ഷേ അതിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു എന്ന് മാത്രം. എ എന്ന പോയിന്റ് താഴെ നോക്കൂ, അതിലേക്കുള്ള ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് ഓയിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. സെയിം എ എന്ന പോയിന്റിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ സ്മോൾ ആർ എന്ത് കിട്ടി? √(x²+y². ഓക്കെ, ഈ രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. സോ ഈ ഇക്വേഷൻ എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കുക. അതിൽ നമ്മൾ വേറൊന്ന് ഒന്ന് ജസ്റ്റ് ഡിറൈവ് ചെയ്തിട്ട് σz=kb/z² എന്നുള്ള രീതിയിലാണ് സാധാരണ യൂസ് ചെയ്യുക. അതായത് കെ ബി എന്ന് പറഞ്ഞതിന് ബുസിനെസ്ക് ഇൻഫ്ലുവൻസ് ഫാക്ടർ. ഓക്കെ, അത് R/Z ഒരു ഫങ്ഷനായിട്ട് കെ ബിൻ്റെ വാല്യൂ. ഓക്കെ, ചിലപ്പോൾ കെ ബി വാല്യൂ തരാം. അങ്ങനെയാണെങ്കിൽ പിന്നെ q/z² ഇൻവേറ്റ് ചെയ്താൽ മതി, σz കിട്ടും. അപ്പം ആ രീതിയിൽ ഇക്വേഷൻ പഠിക്കുക. അതായത് കെ ബി എന്താണെന്ന് ജസ്റ്റ്, അതായത് നേരത്തെ ഇക്വേഷൻ തന്നെയാണ്, അതിൻ്റെ ഈ ഒരു പാർട്ട് 3/2π എന്നുള്ള ഈ ഒരു പാർട്ടിൻ്റെ മൊത്തത്തിൽ ഒരു കെ ബി എന്നൊരു ടേമായിട്ട് മാറ്റി. അത് ബുസിനെസ്ക് ഇൻഫ്ലുവൻസ് ഫാക്ടർ ആ രീതിയിൽ മാറ്റിയതാണ് മുകളിൽ കാണുന്ന ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇതുമായി റിലേറ്റഡ് കുറച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്യും. ഓക്കെ, താങ്ക് യു.